ഇന്ന് രാവിലെ ഡൽഹി വളരെ വലിയൊരു ഞെട്ടലോടെയാണ് ഡൽഹിയിലെ പലരും ഉണർന്നത്. അത് ശക്തമായൊരു ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. मैं सो रहा था, मैं थोड़ा हल्का हिल रहा हूँ। मेरे को लगा कि ये ज्यादा नहीं 2 सेकंड 2.5 सेकंड के आसपास हुआ होगा इतना। नहीं भागा नहीं, मेरे को लगा पता नहीं क्या है, लेकिन एहसास तो हो गया था कि ये भूकंप ये है, तो मैं उठा ही नहीं। मेरे को लगा अब तो दिन में पता ही चल जाएगा, हाँ ये तो भूकंप ही होगा। खड़ा था जी उस टाइम पे, वो कुछ काम कर रहा था, तेज झटका सा महसूस हुआ, फिर जल्दी जल्दी कमरे से निकला, तब तक वो शांत हो चुका था। 2 सेकंड का था कम से कम। कमरे से बाहर निकल के भागना चाह रहा था, लेकिन मैं ऊपर रहता हूँ तो वहां से फिर जल्दी निकल नहीं सकता था, तो इस वजह से मैं वहीं पे रुका रह गया, तब तक वो शांत हो चुका था। Yeah, morning by 5:35 I think so. We felt the shaking. Some around four points. Earthquake around early morning in the 5:30, and we came out of the room. So, and we planned to see the gate day. We came here. So, 5:25 पाया तब महसूस हुआ था, बदन हिल गया था। मैं सो रहा था गाड़ी पे, फौरन उतर गया। രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ഈ വൈദ്യുതികളിൽ ആളുകൾ പറയുന്നത് പോലെ തന്നെ ഉറങ്ങിക്കിടന്നവർ പോലും അറിയുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ളൊരു കുലുക്കമുണ്ടായി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കുലുക്കം എന്നൊക്കെ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? ഇവിടെ ഏത് ഭാഗത്തൊക്കെയാണ് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്? ശ്രീജ, പരിഭ്രാന്തിയുടെ ആശങ്കയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് രാവിലെ ഡൽഹിയിൽ ഉണ്ടായത്. കാരണം ശക്തമായ ഭൂചലനമാണ് ഡൽഹിയിൽ അനുഭവപ്പെട്ടത്. 5:36 ഭൂചലനം ഉണ്ടായത്. 5:36 എന്ന് പറയുമ്പോൾ പലരും ഉണർന്നിരിക്കുന്ന സമയമാണ്, പക്ഷേ മറ്റു പലരും ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ ഡൽഹിയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ രാവിലെ സജീവമായത് കാണാം. എല്ലാവരും ഒറ്റ കാര്യം തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. കാരണം ഡൽഹിയിലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും രാവിലെ ഇതാണ് ചർച്ച. കാരണം ശക്തമായ ഭൂചലനം തന്നെ അനുഭവപ്പെട്ടു. സാധാരണഗതിയിൽ ഡൽഹിയിൽ ഭൂചലനം ഉണ്ടാവാറുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും, ഉത്തരേന്ത്യയിലും ഒപ്പം തന്നെ ചൈനയിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഭൂചലനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രകമ്പനം ഡൽഹിയിലും അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ മാസവും മുമ്പ് നേപ്പാൾ ഭൂചലനം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് വലിയ രീതിയിൽ അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡൽഹി തന്നെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ആയി എന്നുള്ളതാണ്. ഡൽഹിയിലെ തന്നെ ധോളക്കുവം ആണ് പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് 5:36 ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം ദുർഗാബായ് ദേശ്മുഖ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. ധോളക്കോ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡൽഹി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെയാണിത് ന്യൂഡൽഹിയിലും ഒപ്പം തന്നെ സൗത്ത് ഡൽഹിയിലും സൗത്ത് വെസ്റ്റ് ഡൽഹിയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെടാൻ കാരണം. ആളുകളൊക്കെ തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല കട്ടിലുകളൊപ്പം തന്നെ ഫാനുകളൊക്കെ തന്നെ കുലുങ്ങുന്ന സാഹചര്യമുണ്ടായി. അത്രമേൽ വലിയ പ്രകമ്പനം അനുഭവപ്പെടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നാശനഷ്ടം തന്നെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. തുടർചലനം ഉണ്ടാകുമെന്ന ആശങ്ക ആളുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആളുകൾ ശാന്തരായിരിക്കണമെന്ന ഒരു അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ശ്രീജ, ന്യൂഡൽഹി പ്രഭവ കേന്ദ്രമായുള്ള വലിയൊരു ഭൂചലനമാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ ഉണ്ടായത്. പുലർച്ചെ 5:35 ഉണ്ടായ ഭൂചലനം ആളുകളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ സാഹചര്യമില്ലെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദേശം വന്നിരിക്കുന്നു.